ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കഴിഞ്ഞ ദിവസമേ ആ സ്ത്രീയെ ഇപ്പോഴല്ല കഴിഞ്ഞ കൊല്ലം നടന്ന കേസാണ്. ആ സ്ത്രീയെ ഗർഭിണിയായ സ്ത്രീയെ അടിച്ചില്ല എന്ന് പറയുന്ന CI പ്രതാപശത്ത് നമ്മളെല്ലാവരും ആ ആ ആ പെൺകുട്ടി അന്ന് പറയുന്നത് ഞാൻ കുറേ മാനസികമായിട്ട് സ്വന്തം ഭർത്താവിനെ സ്വന്തം കൺമുന്നിൽ വെച്ച് അടിക്കുമ്പോൾ ഏത് പെണ്ണുങ്ങളായാലും പ്രതികരിച്ച് പോകും. സ്നേഹമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ പ്രതികരിച്ച് പോകും. അപ്പം കുട്ടികളെ അങ്ങനെ ചെയ്യാൻ നോക്കി കുട്ടികൾ ചാവുമെന്ന് ഭീഷണിപ്പെടുത്തി കുട്ടികളും ആ CCTV വന്നപ്പോൾ ഇയാൾ പറഞ്ഞ പച്ചക്കള്ളങ്ങൾ പൊക്കില്ല. ഇങ്ങനെയൊക്കെ എന്തിനാണാവോ തലപ്പത്തിരിക്കുന്നത്? ആ ഒരു പെൺകുട്ടി ആ 3 മാസമായിരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ആയി. എന്നിട്ട് അടിച്ചിട്ട് നേരെ അത് ഹോസ്പിറ്റലായപ്പോൾ അതിൻ്റെ പേരിൽ വേറെയും കുറേ കള്ളക്കേസുകളൊക്കെ ഇട്ടിട്ട് കൊടുക്കാൻ നോക്കിയിരിക്കും. എന്തിൻ്റെ ആവശ്യമാണ്? ഇയാളെ പേരിൽ ഇതല്ല, ഇതിൻ്റെ മുന്നേയും കുറേ ഒരു സ്വിഗ്ഗി ജീവനക്കാരനെ അടിച്ചിട്ടും മുന്നേ ഉണ്ട്. എല്ലാം ഈ കാശുള്ളവർക്ക് എന്തും ചെയ്യാമെന്ന് ഉള്ളൊരു പിടിപാടുണ്ടല്ലോ. എനിക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഉണ്ടല്ലോ, നല്ലവരായ കുറേ പോലീസ് ഓഫീസർമാരുണ്ട്. കാരണം എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഒരു ചെറിയൊരു കേസ് ഉണ്ടായിട്ട് ഞാൻ പോയിട്ട് എന്നോടൊക്കെ നല്ല മാന്യമായിട്ടാണ് സംസാരിച്ചത്. ശരി എൻ്റെ ഭാഗത്തുള്ളത് കൊണ്ട് എനിക്ക് അന്ന് അവിടെ നിന്ന് നീതി കിട്ടിയതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഞാൻ ആദ്യമായിട്ട് ഞാൻ കയറുമ്പോൾ എനിക്കൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ സത്യസന്ധത കൊണ്ടായിരിക്കാം എനിക്ക് അന്നത്തെ ദിവസം തന്നെ അവർ ഓരോ നുണകൾ പറഞ്ഞിങ്ങനെ ഉണ്ടാക്കുമ്പോഴും നമ്മൾക്ക് ഓരോ പേടി ഉണ്ടായിരുന്നു. പഠിച്ചവനെ ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ ആരുമില്ല, ഞാൻ ആദ്യമായിട്ടാണ്, ആ ഒരൊക്കെ പേടി ഉണ്ടായിരുന്നു. പക്ഷെ ആ പേടി അന്ന് മാറിയത് ആ പോലീസ് സ്റ്റേഷനിൽ പോയ കാരണം. അപ്പം നല്ലവരായ ഉദ്യോഗസ്ഥന്മാർ വേറുണ്ട്. ഇയാളെപ്പോലത്തുള്ള ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എന്തിനാണ്ട് സസ്പെൻഷൻ മാത്രമാണോ ഈ സാറിന് കിട്ടിയത്? ആ പെണ്ണിൻ്റെ ആ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. സ്വന്തം ഭർത്താവിനെ കൺമുന്നിൽ വെച്ച് അടിക്കുമ്പോൾ ഏത് പെണ്ണുങ്ങളായാലും അതിൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ ഇതൊക്കെ ആനുകൂല്യങ്ങൾ നൽകാതെയുള്ള പിരിച്ചുവിടൽ അടക്കം പരിഗണനയിലുണ്ട്. സംഭവ സമയം സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന മറ്റു പോലീസുകാർക്കെതിരെയും നടപടി വേണമെന്നാണ് ഷൈമോളുടെ ആവശ്യം. ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. സജോ ദേവസ്യ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സജോ, ഇതിപ്പോൾ പ്രതാപചന്ദ്രനെതിരെ കൂടുതൽ ശക്തമായ ഒരു നടപടി ഉടൻ ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? ഒപ്പം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെ പ്പെട്ട സംഭവം തുടർച്ചയായി സമാനമായ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ആദ്യം ഒരു അന്വേഷണം നടക്കും, ആ അന്വേഷണത്തിന് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് സമർപ്പിക്കും, പിന്നീട് ഒന്നും സംഭവിക്കുകയില്ല, ഈ ഉദ്യോഗസ്ഥരൊക്കെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഈ സുപ്രീം കോടതി മാർഗനിർദ്ദേശമൊക്കെ പ്രകാരം CCTVയും ദൃശ്യങ്ങളൊക്കെ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമായി തുടങ്ങിയതോടുകൂടിയാണ് ഇക്കാര്യത്തിൽ അല്പമെങ്കിലും ഒരു നീതിയുടെ വെളിച്ചം കണ്ടു തുടങ്ങിയതെന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കർശന നടപടി വേണം എന്ന ആവശ്യമാണ് ഷൈമോളും കുടുംബവും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, നിലവിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കൂടുതൽ കടുത്ത അച്ചടക്ക നടപടികൾ സ്വീകരിക്കണം, വകുപ്പ് തല നടപടികൾ സ്വീകരിക്കണം എന്ന ആവശ്യമുണ്ട്. അതിൽ പലതരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള വകുപ്പ് തല നടപടികൾ സ്വീകരിക്കാൻ കഴിയും. ആനുകൂല്യങ്ങൾ തടയുന്നത് മുതൽ പിരിച്ചുവിടൽ വരെയുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയും. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയെ കൂടിയും ഈ ഷൈമോളും കുടുംബവും സമീപിക്കും എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. മറ്റൊന്ന്, അവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മജിസ്ട്രേറ്റ് തല അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്ന ആവശ്യമാണ്. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പ്രതാപേന്ദ്രനെതിരെ മാത്രമാണ് നടപടി എടുത്തിട്ടുള്ളത്. അതേസമയം ഈ ദൃശ്യങ്ങളിൽ തന്നെ ഒരു വനിതാ ഉദ്യോഗസ്ഥ കൂടി ഷൈമോളെ അടിക്കുന്നതായി ഈ ദൃശ്യങ്ങളിൽ കാണാം. അവർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ല. ആ ഉദ്യോഗസ്ഥക്കെതിരെ നടപടി വേണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിലെ നിലവിലെ അന്വേഷണം, ആഭ്യന്തര അന്വേഷണം വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇതിനകം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും നിയമപരമായി അങ്ങനെ മാത്രമേ നടപടി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷം ആരോപണ വിധേയർക്ക് അപ്പീൽ പോകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് നിലനിൽക്കില്ല. ആഭ്യന്തര അന്വേഷണം നടത്തി വകുപ്പുതല അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിന് യഥാർത്ഥത്തിൽ കഴിയുകയുള്ളൂ. പല കേസുകളിലും തുടർച്ചയായി ആഭ്യന്തര വകുപ്പിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്ന, പ്രതിക്കൂട്ടിലാക്കുന്ന തുടർച്ചയായി സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതിൽ നീതി പലപ്പോഴും ഇരകളാക്കപ്പെട്ടവർക്ക് നിഷേധിക്കപ്പെടുന്നു എന്ന ആരോപണമുള്ള പശ്ചാത്തലത്തിൽ വളരെ വേഗത്തിൽ തന്നെ, കാരണം ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം പോലുമായി മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ വേഗത്തിലുള്ള കർശന നടപടിയിലേക്ക് കടക്കണം എന്ന നിലയ്ക്കുള്ള ഒരു നിർദ്ദേശം, ഉന്നതതല നിർദ്ദേശം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടികളിലേക്ക് കടക്കുന്ന സൂചന കറക്റ്റായിട്ട് ആ പെണ്ണിനെ അടിക്കണ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ട് വലിയ ഇതിൽ ഞാൻ അന്ന് പറയണത് ഞാൻ തൊട്ടിട്ടില്ല എന്നാണ് ഈ സാറ് അന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനൊക്കെ
എന്താ വേണ്ടത്? പറഞ്ഞു വിടണം. പോയി വീട്ടിൽ ഇരുന്നിട്ട് വല്ല കഞ്ഞിയും ചോറും വെച്ചിട്ട് ഉണ്ടാക്കട്ടെ. അല്ലാണ്ട് അത് നല്ലവരായ സാറുമാർക്ക് പറ്റിയ പണിയല്ലത് പറഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.